ഹായ് ഫ്രണ്ട്സ്, നാട്ടിൽ പോകേണ്ടതുകൊണ്ട് ഇന്ന് നല്ല എക്സൈറ്റഡ് ആണ്. ആദ്യം തന്നെ പല്ലൊക്കെ തേച്ച് റൂമിലെ വേസ്റ്റ് എല്ലാം കൂടി എടുത്ത് പുറത്തു കൊണ്ട് കളഞ്ഞു. വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് രാവിലെ തന്നെ റെഡി ആവാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചു. ഒരു നല്ല തണുത്ത കുളി പാസ്സാക്കിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തണിഞ്ഞു. നേനുവിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവളെ എടുക്കാനായിട്ട് വന്നതാണ്. കുട്ടിയും നല്ല ഹാപ്പി ആയിരുന്നു. അവളെ പിക്ക് ചെയ്ത് നേരെ ഒരു ഹോട്ടലിൽ കയറി ലഞ്ച് എടുത്തു. ഭക്ഷണമൊക്കെ തീർത്ത് കഴിച്ച് ലോകനെയും കൂടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ വരുന്നവരേക്കും ഇവനെ നമ്മുടെ ഫ്രണ്ടിന്റെ കടയിൽ നിർത്താനാണ് തീരുമാനം. അവിടെ ആക്കി ഇറങ്ങിയപ്പോൾ നേനുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവൻ നമുക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരാന്ന് പറഞ്ഞപ്പോൾ കുട്ടി കുറച്ച് സമാധാനം. എയർപോർട്ട് പോകുന്ന വഴിയിൽ നമ്മൾ ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു. നേനു ഓടി നടന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് അമ്മയോടും പപ്പയോടും ടാറ്റ പറഞ്ഞ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ലഗേജ് എല്ലാം എടുത്ത് ട്രാവൽസിന്റെ വണ്ടിയിലേക്ക് വെച്ചു. അങ്ങനെ അദ്ദേഹം സേഫ് ആയിട്ട് നമ്മളെ എയർപോർട്ടിൽ എത്തിച്ചു. ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ നേനുവിന് വിൻഡോ സീറ്റ് വേണമെന്നും പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലെത്തി. കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും വിശക്കുന്നെന്നും പറഞ്ഞ് ഫ്ലൈറ്റിലിരുന്ന് കഴിക്കാൻ വാങ്ങിച്ച സമൂസ കുത്തിയിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ ഡിലേ ആയിട്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് എത്തിയത്. അങ്ങനെ നമ്മൾ പറന്നുയർന്ന് അബുദാബിയിലെത്തി. ബഹ്റൈൻ എയർപോർട്ടും നമ്മുടെ നാട്ടിലെ എയർപോർട്ടൊക്കെ കണ്ട് ശീലിച്ച് എനിക്ക് ഇതൊരു വലിയ എയർപോർട്ട് ആയിട്ടാണ് തോന്നിയത്. നടന്ന് പരിപ്പളകിയപ്പോൾ ഇത്രയും വലിയ എയർപോർട്ടൊന്നും വേണ്ടെന്ന് തോന്നിപ്പോയി. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ നാട്ടിൽ നിന്നുള്ള വിശേഷങ്ങളായിട്ട് കാണാം.